ഹലോ 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 ആ വോളിയത്തിൽ കൂട്ടിയിടുക ഇതിന് കേട്ടോ, അതിനൊന്ന് കൂട്ടിയിടുക. ഓക്കെ ഓക്കെ, അതൊക്കെ റെഡിയല്ലേ, അതൊക്കെ റെഡിയാക്കി വെക്കാം. അവിടെ വെള്ളമൊക്കെ അവിടെ മാറ്റി. ഹലോ സ്നേഹമുള്ളവരെ, പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലബിന്റെ വളരെ വിജയകരമായ വാർഷികം നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും മേന്മേറിയ ഇനം എന്ന് പറയുന്നത് കഴിഞ്ഞ സംസ്ഥാന യുവജനോത്സവത്തിൽ 1ാം സ്ഥാനം നേടിയ, കഥാപ്രസംഗത്തിന് 1ാം സ്ഥാനം നേടിയ ചിഞ്ചുമോൾ ഇവിടെ അച്ഛനുമായി വന്നിട്ടുണ്ട്. ചിഞ്ചുമോളുടെ ഒരു നല്ലൊരു പ്രകടനം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അതിൽ ഞങ്ങൾ കൃതാർത്ഥനാണ്. ഞങ്ങൾ ചേട്ടാ വരൂ. നമസ്കാരം. വരൂ. ചിഞ്ചുമോളുടെ അച്ഛനല്ലേ? ചിഞ്ചുമോളുടെ അച്ഛൻ. മോളെ ടയേർഡിലാണ്, ക്ഷീണമാണോ? വരുന്ന വഴിക്ക് 3-4 സ്റ്റേജ് ഉണ്ടായിരുന്നു. 3-4 സ്റ്റേജ് പരിപാടി ഉണ്ടായിരുന്നു? അല്ല, പരിപാടിയല്ല, 3-4 സ്റ്റേജിൽ കഥാപ്രസംഗവും നാടകവും ബാലയൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ടുള്ള ക്ഷീണമാണ്. അപ്പൊ മോളെ വാ. മോള് വാ മോളെ. ചേട്ടൻ വിളിക്കും മോളെ. എന്താണെന്നാണോ ചേട്ടൻ? വലിക്കല്ലേ. ഓക്കെ, എല്ലാവരും കൈയടിച്ച. ഓക്കെ നല്ല സുന്ദരി കുട്ടിയാണ്. എന്റെ മോള് നന്നായിട്ട് നുണ പറയും. കഥ പറയും. അച്ഛനെ കാണാൻ കൊള്ളൂല. മനുഷ്യന്മാരുടെ മാനം കളയാനായിട്ട് ഇറങ്ങിക്കോളും വീട്ടിൽ നിന്ന്. ആരേ പറഞ്ഞത്? കഥ പറയാ മോളെ, കഥ പറ. അതായിട്ട് ഈശ്വര പ്രാർത്ഥന. പ്രാർത്ഥനയ്ക്ക് കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചോ. എല്ലാരും പിടിക്കണോ? കൈ ഇങ്ങനെ കൂപ്പി പിടിച്ചോ. എല്ലാരും കൂടെ കൈ കൂപ്പി പിടിക്കണം. കൈ ഇങ്ങനെ കൂപ്പി പിടിക്കണ പട്ടിയാച്ചാ. അങ്ങനെയൊന്നും പറയല്ല. ഈശ്വര പ്രാർത്ഥന പാടും. തേടി വരും കണ്ണുകളിലോടിയതും സാമി, തേറുളകിൻ കാറുളി കൂടിയിരിക്കും സാമി, അയ്യപ്പ സാമി, അയ്യപ്പ സാമി, അയ്യപ്പ സാമിയേ, അയ്യപ്പ സാമി. ശരണമ്പിളിയൊക്കെ നമുക്ക് പിന്നെ ആവാം. അതെ, വേറൊരു സ്വകാര്യം പറയട്ടെ. ഇവിടെ ക്രിസ്ത്യാനികൾ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് മോള് ക്രിസ്ത്യാനി പാട്ട് പാട്. അറിയില്ലാത്ത കാര്യം അറിയാന്ന് അച്ഛൻ പറഞ്ഞുതരാം. മോള് അതിനൊരു പണിയതായി അയ്യപ്പന്റെ സ്ഥാനത്ത് യേശുനങ്ങടി ചേർത്ത് അങ്ങനെ പാടി. കൊച്ചിനെ തല്ലല്ലേ? എന്തെന്നാണ് ചേട്ടാ ഇത്? വേണ്ട മോള് പറ. അങ്കിളല്ലേ പറഞ്ഞേ? അങ്കിൾ ഇഞ്ചി മിഠായി വാങ്ങിച്ചാ. മോള് പറ. എനിക്കുണ്ടല്ലോ, ഞാനൊരു കാര്യം ചെയ്യും. 3 മതങ്ങളുടെ ഒരു പാട്ടോടാ. തൃപ്തി തരൂ ദർശനമേ മക്കയിൽ വാഴുന്ന ശ്രീ ശബരീശ്വരായ യേശുദേവ. അതല്ലേ? മതി. സന്തോഷം. കഥ പറഞ്ഞു കൊടുക്ക്. എനിക്ക് സ്കൂളിൽ നിന്ന് സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കിട്ടിയിട്ടുണ്ട്. സമ്മാനം കിട്ടിയിട്ടുണ്ട്. ട്രോഫി സ്കൂളിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. എന്തിനൊക്കെ കിട്ടിയിട്ടുണ്ട്? സമ്മാനം കിട്ടിയിട്ട് സ്കൂളിൽ പഠിപ്പിക്കണ HM ഉണ്ടല്ലോ, HM ഇല്ലേ, എനിക്ക് മുട്ടായ വർക്കലിന് എനിക്ക് സർട്ടിഫിക്കറ്റ് സമ്മാനം കിട്ടി. പാത്രം തന്നു. എന്റെ മോളായതുകൊണ്ട് പറയല്ലേ. പിന്നെ 100 മീറ്റർ ഹൈ ജമ്പ് ആടി. 100 മീറ്റർ ഹൈ ജമ്പ്? അതിനെനിക്ക് സമ്മാനം കിട്ടില്ല. അതിനെന്നെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ ഡോക്ടർ പറയാ, നീ കീറിപ്പോയെന്ന്. ഡോക്ടർ പറഞ്ഞു, നീ കീറിപ്പോയെന്ന് അത്ര ഉയർത്തി ചാടില്ലെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ TV ഉണ്ടല്ലോടാ, 14 ഇഞ്ചിന്റെ TV ഉണ്ട്. TV ഉണ്ട് വീട്ടില്? ടിവിയിൽ സിനിമ കാണാറുണ്ടോ? അച്ഛൻ മിൽസ വിളിക്കണേ? ഒമ്പോ, ലാംബിയുടെ സ്കൂട്ടർ ഉണ്ടാ? മിടുക്കി. അതെന്താണ് വീട് വഴിയിലാണോ? മോളെ സമയമില്ല. അമ്മയ്ക്ക് 120 രൂപയുടെ
എന്റെ നീ ദൈവം. കഥ പറ. കുടുംബത്തെ ദാരിദ്ര്യം മുഴുവൻ വിളിച്ചു പറയാം. നീ കഥ പറ. മോളെ കഥ പറ. കഥ പറയട്ടെ. അങ്കിള് മിഠായി വെച്ചാന്ന് പറഞ്ഞില്ലേ? ആ, പറ. മനസ്സാധ്യത്തിന് വന്തേനും ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഒരു ദരിദ്രത്തിന് ദാരിദ്ര്യത്തിന് ദരിദ്രത്തിന് ദരിദ്രത്തിന് ദാരിദ്ര്യത്തിന് എന്തെന്നാ ഈ പാടെ? മോളെ ദരിദ്രൻ. ഞാൻ പറയൂല അച്ഛാ. ദരിദ്രൻ. ഞാൻ പറയൂല. ഞാൻ പറയുന്നുണ്ടെങ്കിൽ പുറത്തില്ല. ഞാൻ പറയൂല. ദരിദ്രൻ അത് എന്റെ കരയില്ല. ഓ, എന്റെ പൊന്നാര മോളെ ചെറുക്കൻ എന്നെ സൈറ്റ് അടിച്ച് കാണിച്ചത്. എന്റെ മോളെ സൈറ്റ് അടിച്ചതിന്റെ കല്യാണം കുത്തി മാനം പൊട്ടിക്കാൻ. കളയും. അച്ഛൻ ചെന്ന് ചോദിക്ക്. ഞാൻ ചോദിക്കാം. ആരത്? ഓടാട്ടി. അച്ഛൻ പിന്നെ ചോദിക്കാം. കിട്ടിയാ? ആ, സന്തോഷായി. മോളിന് കഥ പറ. പറ, 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 പറ. അച്ഛനെ ഇപ്പൊ ഈ നാട്ടുകാര് വലിച്ചു കീറിയനെ. വലിച്ചു കീറിയ അച്ഛന്റെ ശവോടൊക്കെ നടന്നേന്. കഥ പറ നീ. മനസ്സാധ്യത്തിന് വന്നേനും ഞാനിവിടെ അവതരിപ്പിക്കുന്ന ഒരു ദരിദ്രനായ ഒരു വിറക് വെട്ടിയുടെ കഥയാണ്. ദരിദ്രനായ വിറക് വെട്ടിയുടെ കഥയാണ്. ദരിദ്രനായ വിറക് വെട്ടിയുടെ കഥയാണ്. ദരിദ്രനായ വിറക് വെട്ടിയുടെ വീട്ടിൽ ഒരു ദിവസം പട്ടിണി വന്നപ്പോൾ ദരിദ്രനായ വിറക് വെട്ടി കാട്ടിലോട്ട് വേർക്ക് വേട്ടനായിട്ട് പോയി. വേർക്ക് വെട്ടിൻ പോയപ്പോൾ ഒരു പുഴയുടെ കരയിലുള്ള ഒരു വലിയ മരത്തിൽ വേർക്ക് വെട്ടി തുടങ്ങി. വേർക്ക് വെട്ടി വെട്ടി അരമണിക്കൂർ നേരം വിറക് വെട്ടിയപ്പോൾ വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന ഇത് മറ്റേ വിറക് വെട്ടിയുടെ കോലാടി വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന കോലാടി. അങ്കിൾ പറയാം. കോടാലി. ഡാ നടുവില് കോടാലി. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന കോലാടി. എടി കോലാടി അല്ല, കോടാടി. വിറക് വെട്ടി നിങ്ങൾ കോലാടി. ഞാൻ പറഞ്ഞോളൂ തെറ്റിച്ച് പറഞ്ഞിട്ട് ഞാൻ പറയും. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന കോടാലി. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന അച്ഛൻ മിണ്ടാതിരിക്കും. വിറക് വെട്ടിയുടെ കയ്യിലിരുന്ന വിറക് വെട്ടിയുടെ സാധനം തെറിച്ച് വെള്ളം. അപ്പോൾ തന്നെ വിറക് വെട്ടി പറഞ്ഞു, ഈശ്വര എന്റെ വീട് പട്ടിണിയാണല്ലോ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോ ജലത്തിൽ നിന്നും ഒരു ജലദേവത ഒരു സ്വർണത്തിന്റെ ഒരു സാധനമായിട്ട് പൊങ്ങി. ഇതാണ് വിറക് വെട്ടിയുടെ സാധനം ചോദിച്ചപ്പോ വിറക് വെട്ടി പറഞ്ഞു, അതല്ല എന്റെ സാധനം. അപ്പോൾ തന്നെ ജലദേവത മുങ്ങിപ്പോയിട്ട് ഒരു വെള്ളിയുടെ ഒരു സാധനമായിട്ട് പൊങ്ങി വന്നു. ഇതാണ് വിറക് വെട്ടിയുടെ സാധനം ചോദിച്ചു. അവൻ വിറക് വെട്ടി പറഞ്ഞു, അതുമല്ല എന്റെ സാധനം എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ജലദേവത മുങ്ങിപ്പോയിട്ട് ഒരു ഇരുമ്പിന്റെ ഒരു വലിയ സാധനമായിട്ട് പൊങ്ങി. ഇതാണ് വിറക് വെട്ടിയുടെ സാധനം ചോദിച്ചു. അപ്പൊ വിറക് വെട്ടി പറഞ്ഞു, അതാ എന്റെ സാധനം എന്ന് പറഞ്ഞു. അത്യാഗ്രഹി അല്ലാത്ത ആ പാവപ്പെട്ട വിറക് വെട്ടിക്ക് ജലദേവത 3 സാധനവും കൂടി കൊടുത്തു വിട്ടു. ഈ 3 സാധനമായിട്ട് വീട്ടിൽ ചെന്ന് വിറക് വെട്ടിയുടെ പണിഞ്ഞു പോയ ഭാര്യ തിരിച്ചു വന്ന ഒരു സുഖമായിട്ട് ജീവിച്ചു.